ഒരു പെൺകുട്ടി. കുട്ടിക്കാലത്തെ അച്ഛൻ മരിച്ചു. അമ്മ രണ്ടാമതും വിവാഹിതയായി. വീട്ടിൽ നിന്നുള്ള നിരന്തരമായ പീഡനങ്ങൾ ഏറ്റുവാങ്ങി അവൾ മാനസിക രോഗിയായി മാറുന്നു. ഒരു ലേഡി ഡോക്ടർ പെൺകുട്ടിയെ ചികിത്സിച്ച് സുഖപ്പെടുത്തുന്നു. പെൺകുട്ടി ആശുപത്രിയിലായിരുന്നപ്പോൾ ആശുപത്രിയിലെ ഒരു ഹെൽപ്പറുമായി പരിചയപ്പെടാനിടയായി. ആ പരിചയം ദൃഢമായ സ്നേഹബന്ധമായി വളരുകയും വിവാഹത്തിൽ കലാശിക്കുകയും ചെയ്യുന്നു. വിവാഹം കഴിഞ്ഞ് 5 ദിവസങ്ങൾക്ക് ശേഷം അയാൾ ഗുരുതരമായ മസ്തിഷ്കാഘാതം മൂലം ആശുപത്രിയിലായി. അടഞ്ഞുകിടന്ന ഇൻറ്റൻസീവ് കെയർ യൂണിറ്റിൻ്റെ വാതിലിന് മുന്നിൽ അവൾ മുട്ടുകുത്തി നിന്ന് പ്രാർത്ഥിച്ചുകൊണ്ടേയിരുന്നു. ഒരു തുള്ളി കണ്ണീർ പോലും അന്നവൾ പൊഴിച്ചില്ല. ഒന്ന് വിതുമ്പിയത് കൂടിയില്ല. അവളുടെ മുഖം തികച്ചും മ്ലാനമായിരുന്നു. 6-ാം ദിവസം പുലർച്ചെ അയാൾ മരണത്തിന് കീഴടങ്ങി കഴിഞ്ഞപ്പോഴേക്കും അവളുടെ മുഖം വികാരശൂന്യമായിരുന്നു. നിറമിഴികൾ ഇല്ലാത്ത നിശ്ചലമായ മുഖം. മേൽപ്പറഞ്ഞ കഥ നോബഡീസ് ചൈൽഡ് എന്ന സിനിമയുടേതാണ്. ബ്രിട്ടനിൽ നടന്ന ഒരു യഥാർത്ഥ സംഭവത്തെ ആസ്പദമാക്കിയാണ് ഈ ചിത്രം നിർമ്മിച്ചിട്ടുള്ളത്. കമൽ സ്കീസോഫ്രീനിയെക്കുറിച്ചുള്ള സിനിമകൾ കാണുന്നതിനിടയിലാണ് ഈ സിനിമ ശ്രദ്ധയിൽപ്പെട്ടത്. ഈ ചിത്രത്തിലെ അവസാന രംഗങ്ങളിലെ നായികയുടെ അഭിനയം കമലിനെ ഏറെ ആകർഷിച്ചു. ആ മുഖം അയാളുടെ മനസ്സിൽ തറച്ചു. ആ മുഖത്തിൽ നിന്നാണ്, ആ നിർവികാരതയിൽ നിന്നാണ് കഥയുടെ വികാരം മുഴുവൻ കമലിൻ്റെ മനസ്സിലേക്ക് ഓടിയെത്തിയത്.